പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ പുറത്തുവരുന്നത് എസ്എഫ്ഐയുടെ നരനായാട്ടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വയനാട്ടിൽ മാത്രമല്ല, സിപിഎമ്മിന്റെ അടിവേരിറങ്ങിയ കണ്ണൂരും ഇത്തരം സംഭവങ്ങൾ യാതൊരു ലൈസൻസുമില്ലാതെ അരങ്ങേറുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ചില പ്രൊഫഷണൽ കോളേജുകളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാർട്ടി ഗ്രാമങ്ങളിലെ ചില സർക്കാർ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഉരുട്ടുമുറികൾ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെയും എസ്എഫ്ഐക്ക് വിധേയപ്പെടാത്തവരെയുമാണ് ഇവിടെ ബലപ്രയോഗത്തിലൂടെ രഹസ്യമായി എസ്എഫ്ഐയിലേക്ക് മാറ്റുന്നത്. എസ്എഫ്ഐക്ക് പുറമെ ഇവരെ ഭേദ്യം ചെയ്യാൻ ഡിവൈഎഫ്ഐ നേതാക്കളും സിപിഎം പ്രാദേശിക നേതാക്കളും എത്താറുണ്ട്. ഹോസ്റ്റലുകൾക്ക് അനുബന്ധമായാണ് പലയിടങ്ങളിലും ഇത്തരം ഇരുട്ടറകൾ പ്രവർത്തിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ, കശുമാവിൻ തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന താൽക്കാലിക ഷെഡുകൾ എന്നിവയിലൊക്കെ ഇതിനായി ഉപയോഗിക്കാറുണ്ട്. കണ്ണൂർ ജില്ലയിലെ 2 സാങ്കേതിക സ്ഥാപനങ്ങൾക്കെതിരെ നേരത്തെ ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിയിരുന്നു. ഇവിടെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ദുരൂഹ മരണങ്ങളും നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് രക്ഷിതാക്കളും ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് നടപടിയെടുത്തിട്ടില്ല. ഹോസ്റ്റലിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് ഒരു കുട്ടി മാത്രമല്ല. എസ്എഫ്ഐക്ക് മാത്രം പ്രവേശനമുള്ള ക്യാമ്പസുകളിലാണ് ഇത്തരം തേർവാഴ്ച നടക്കുന്നത്. സർവകലാശാല, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എതിർ സ്ഥാനാർത്ഥികളായി നോമിനേഷൻ നൽകുന്നവരെ തട്ടിക്കൊണ്ടുപോകൽ, മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തൽ, പെൺകുട്ടികളെ അസഭ്യം പറഞ്ഞ് അപമാനിക്കൽ, വീട്ടിൽ കയറി രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തൽ എന്നിവ നടക്കുന്നത് ഇത്തരം ഇരുട്ടുമുറികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഗൂഢാലോചനകളിൽ നിന്നാണ്. ഇവ ഇരുട്ടുമുറികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മാരകായുധങ്ങളും ബോംബുകളും സൂക്ഷിക്കുന്നുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളായാണ് ഇവ അറിയപ്പെടുന്നത്. പോലീസിന് എത്തിനോക്കാൻ പോലും കഴിയാത്ത ഇവിടെ ആയുധ പരിശീലന ക്യാമ്പുകളും നടക്കുന്നുണ്ട്. പുറത്തുനിന്നും വരുന്ന വിദഗ്ധരാണ് ഇത്തരം പരിശീലനം നൽകുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഡിഫൻസ് സ്ക്വാഡ് അംഗങ്ങളെ മറ്റ് ക്യാമ്പസുകളിലേക്കും അക്രമം നടത്താനായി നിയോഗിക്കപ്പെടാറുണ്ടെന്നാണ് വിവരം. രാഷ്ട്രീയ എതിരാളികൾക്ക് പഠനം നിർത്തി പോകേണ്ട സാഹചര്യമാണ് കണ്ണൂരിലെ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇപ്പോഴുള്ളത്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ പുറത്തുവരുന്നത് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സിപിഎമ്മിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നതിൽ നിന്നും എസ്എഫ്ഐയെ വെറും ഗുണ്ടാ സംഘങ്ങൾ എന്ന് മാത്രം വിളിക്കാൻ ഉതകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മുകളിൽ നിന്നും തലമുതിർന്ന നേതാക്കന്മാർ പോലും ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്.